ഇന്നലെ ഞാനും എൻ്റെ ഫ്രണ്ടും റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം ഓർഡർ ചെയ്തപ്പോൾ ആ വെയിറ്റർ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചത് അലുമിനിയം ഫോയിൽ കൊണ്ട് റാപ്പ് ചെയ്ത ഭക്ഷണം ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഞാനിത് കഴിക്കില്ല, കാരണം എനിക്ക് അലുമിനിയം കാരണം കൊണ്ട് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അലുമിനിയം ഫോയിലിൽ ചുരുട്ടിയ ഭക്ഷണങ്ങൾ കഴിച്ചാലോ ഇല്ലെങ്കിൽ അലുമിനിയം പാത്രം ഉപയോഗിച്ച് ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് കഴിച്ചാലോ അതിൽ നമുക്ക് ക്യാൻസർ വരുമോ ഇല്ലയോ എന്ന് ഈ വീഡിയോയിൽ നിന്നും നമുക്ക് അറിയാം. ആദ്യം നമുക്ക് അറിയേണ്ടത് അലുമിനിയം ഒരു ലൈറ്റ് മെറ്റലാണ്, ഹെവി മെറ്റൽ അല്ല. അതിൻ്റെ അർത്ഥം ഹെവി മെറ്റൽ കുറച്ച് നേരമെടുക്കും നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തോട്ട് പോകാൻ. പക്ഷേ ലൈറ്റ് മെറ്റൽ, അലുമിനിയം പോലെയുള്ള ലൈറ്റ് മെറ്റൽ ആണെങ്കിൽ അത് നമ്മുടെ കിഡ്നി വളരെ സുലഭമായി അതിനെ ശരീരത്തിൽ നിന്നും ക്ലിയർ ചെയ്യും. അലുമിനിയം ഫോയിലിൽ ചുരുട്ടിയ ചൂടാക്കിയ ഭക്ഷണങ്ങളോ ഇല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണങ്ങൾ ചൂടാക്കുമ്പോൾ അതിൽ ചെറിയ തോതിൽ അലുമിനിയം നമ്മുടെ ഭക്ഷണത്തിൽ ഇറങ്ങാറുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ പോയാലും നമ്മുടെ കിഡ്നി അതിനെ നല്ല രീതിയിൽ പുറന്തള്ളുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മൾ അസിഡിക് ഫുഡ് ഉപയോഗിക്കുമ്പോൾ, അതായത് തക്കാളി, നാരങ്ങ ഇല്ലെങ്കിൽ വിനെഗർ ഉപയോഗിച്ച് നമ്മൾ അലുമിനിയം പാത്രത്തിൽ ചൂടാക്കുമ്പോൾ അലുമിനിയം കുറച്ചും കൂടി കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആചാരം നമ്മുടെ മുത്തശ്ശിമാർ ഫോളോ ചെയ്തത് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അച്ചാർ നമ്മൾ ഒരു ഗ്ലാസ് കുപ്പിയിലാണ് വെക്കുന്നത്, അല്ലാണ്ട് അലുമിനിയം പാത്രങ്ങളിലല്ല. ഭാരതീയർ ശരാശരി 6.4 mg പ്രതിദിനം അലുമിനിയം ഭക്ഷണത്തിലൂടെ എടുക്കാറുണ്ട്. അത് നമ്മുടെ ലോകാരോഗ്യ സംഘടന ഇല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സേഫ് ലിമിറ്റായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മുടെ വൃക്കകൾ ഇല്ലെങ്കിൽ കിഡ്നി ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ അലുമിനിയം നമ്മുടെ ശരീരം ശേഖരിക്കുന്നതാണ്. എന്നിട്ട് ഈ ശേഖരിച്ച അലുമിനിയം നേരെ നമ്മുടെ മസ്തിഷ്കത്തിൽ പോയി അടഞ്ഞുകൂടി മസ്തിഷ്ക സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പല പഠനങ്ങളും നടന്നിട്ടുണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ, അതായത് അലുമിനിയം കാരണം കൊണ്ട് ക്യാൻസർ ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. പക്ഷേ ഇതുവരെയ്ക്കും ഏത് പഠനവും ഒരു ശക്തമായ എവിഡൻസ് തന്നിട്ടില്ല അലുമിനിയം കാരണം കൊണ്ട് ക്യാൻസർ ഉണ്ടാവുമോ എന്ന്. അതുകൊണ്ട് ഏതുവരെയ്ക്കും നിങ്ങളുടെ ശരീരത്തിൽ വൃക്ക അല്ലെങ്കിൽ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അലുമിനിയം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം റെസ്റ്റോറൻറ്റിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ഭയക്കേണ്ടത് ആ അലുമിനിയം ഫോയിലെ അല്ല, അതിൽ ചുരുട്ടിയ ആ ഫാസ്റ്റ് ഫുഡിനെയാണ് നിങ്ങൾ ഭയക്കേണ്ടത്. കാരണം അതായിരിക്കും നാളെ നിങ്ങളുടെ ക്യാൻസറിന്റെ കാരണമാകുക. Thank you for watching my videos. If you want more informative videos like this, don't forget to like, share and subscribe.